യഥാർത്ഥത്തിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യവുമില്ല. എന്നാൽ സമാനമായ ചില ആകുലതകളെ ഇന്ത്യൻ സിനിമയിലുള്ളതിനെ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. വിഷയം അല്പം സെന്റിമെന്റലാണ്, അല്പം നമ്മളുടെ വൈകാരികതകളെ മുറിവേൽപ്പിക്കാനും സാധ്യതയുള്ളതാണ്. എന്നാലും നമുക്ക് ചിലത് പറഞ്ഞു പോകേണ്ടി വരുന്നു, വിയോജിപ്പുകൾ ഉണ്ടാകാം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പെരിഫറൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ അതിന്റെ ഒരു ഡൈവേഴ്സിറ്റിയാണ്. ഇത്രമാത്രം മനോഹരമായ ആളുകൾ, അതായത് ഒരു നാട്ടില് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തി പോലും ഇത്രമാത്രം വ്യത്യസ്തനാകുന്ന ഒരു സമൂഹം ലോകത്തിലില്ല. ഒരു തമിഴനിൽ നിന്ന് ഒരു മലയാളി എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് ലോകത്തിൽ നമുക്ക് ഒരിക്കലും അത്രമാത്രം വ്യത്യാസമുള്ള ഒരു ജനസമൂഹം ലോകത്ത് തന്നെ ഇല്ല. കാരണം ഒരു ഇംഗ്ലീഷുകാരൻ തമ്മിലോ അപ്പുറത്തെ ഓസ്ട്രേലിയക്കാരൻ തമ്മിലോ അങ്ങനെയുള്ളതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ആ ഒരു എന്ത് പറയാ, ഇത്രമാത്രം കൾച്ചറൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഒരു ലോകം. ഇതൊരു പഗോഡയാണ്, ഇതൊരു ഫാന്റസിക്കൽ വേൾഡ് ആണ് ഈ പറയുന്നത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. അത് മനുഷ്യരിൽ മാത്രമല്ല, ജീവജാലങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു പശ്ചിമഘട്ടത്തില് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 500-ലേറെ പറവകളുണ്ട്, 25,000-ലേറെ സ്പീഷ്യസ് ചെടികളുണ്ട്, പൂക്കളുണ്ട്. അതുപോലെ സ്പീഷ്യസിന്റെ ജൈവ വൈവിധ്യങ്ങളുള്ള ഒരു മേഖല ലോകത്ത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 250 മുതൽ ആമസോണിലെ 5000 വരെയാണ് പരമാവധി എത്തി നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ 25,000-ന്റെ കണക്ക് വയ്ക്കുന്നത്. ഇത് അവിടെയും നിൽക്കുന്നില്ല. ഓരോ തലങ്ങളിലും നമ്മൾ ഒരു യൂറോപ്യൻ ഫോറസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ അവിടെ പൈൻമരങ്ങളുടെ ഫോറസ്റ്റ് എന്ന് പറയാറുണ്ട്, നമ്മൾ അതിനെ ടീക്കുഡുകളുടെ ഫോറസ്റ്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെ മോണോകൾച്ചർ ഫോറസ്റ്റുകളാണ് യൂറോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഫോറസ്റ്റുകളിൽ അങ്ങനെ ഒരു മോണോകൾച്ചർ ഇല്ല. നമുക്ക് ഓരോ മരങ്ങളും ഓരോന്നാണ്. അങ്ങനെ വ്യത്യസ്തമായ ഒരു ജനസമൂഹവും അങ്ങനെ വ്യത്യസ്തമായ സംസ്കാരങ്ങളും, അത്ര ഡൈവേഴ്സിറ്റിയാണ് ഈ പറയുന്ന ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ഒരു പെരിഫറൽ പീഠഭൂമി എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നമ്മൾ ഇന്ന് ആ ഒരു ഡൈവേഴ്സിറ്റി തന്നെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പാട്ടുകള്, സംഗീതത്തെ ഉണ്ടാക്കിയത്. ഈ ഡൈവേഴ്സിറ്റി തന്നെയാണ് നമുക്ക് സംഗീതത്തെ മാത്രമല്ല ചിത്രകലയെ തന്നത്. ഈ പറയുന്ന സിനിമയാണ്. സംഗീതവും ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഡൈവേഴ്സിറ്റി ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ചേർന്ന് സമ്മേളിക്കുന്നിടത്ത് മാത്രമാണ് സിനിമ ഉണ്ടാകുന്നത്. സിനിമയിൽ സംഗീതമുണ്ട്, എഴുത്തിന്റെ സാധനങ്ങളുണ്ട്, കൺസ്ട്രക്ഷന്റെ സാധനങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ആക്ടിംഗ് ഉണ്ട്, എല്ലാ തരത്തിലും സമസ്ത കലകളുടെയും ഒരു സമ്മിശ്രണമാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്ത് സിനിമയുടെ ഏറ്റവും ചെറിയ കാലഘട്ടങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സിനിമകൾ നൽകിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു. സ്വാതന്ത്ര്യ കാലത്തിന് മുമ്പ് മുതൽ ഇന്ത്യ അറിയപ്പെടുന്നത് സിനിമകളിലൂടെയാണ്. സിനിമകൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സിനിമകൾ ലോകത്ത് റഷ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമകളായിരുന്നു. ഇപ്പൊ പറയുന്ന ഇറാഖ് പോലെയുള്ള അറബ് മേഖലകളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത്, അവരുടെ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ മിഥുൻ ചക്രവർത്തിയും അമിതാഭ് ബച്ചനും ഒക്കെ ആയിരുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ചലഞ്ച് ചെയ്യാൻ ഒന്നുമില്ലാത്ത അത്രമാത്രം ആതിഥ്യമുള്ള സർഗാത്മകതയുടെ ഒരു മാജിക്കൽ വേൾഡ് ആയിരുന്നു. അത്ര ഡൈവേഴ്സിറ്റി ആയിരുന്നു. അത് ഹോളിവുഡിന് സാധിച്ചില്ല. ഇന്ത്യ ഇവിടെ നിൽക്കുമ്പോൾ ഹോളിവുഡ് എന്ന് പറയുന്ന ലോകത്തിന്റെ മുഴുവൻ സിനിമയെയും കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഒരു വലിയ ഒരു സ്പേസ് ഈ പറയുന്ന അമേരിക്ക കേന്ദ്രീകൃതമായിട്ട്, ലോസ് ഏഞ്ചൽസ് കേന്ദ്രീകൃതമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവര് സിനിമയെ കണ്ടത് രണ്ട് കാര്യങ്ങൾ: സാമ്പത്തിക കച്ചവടത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത് അവര് സിനിമയെ കണ്ടത് ലോകത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു എക്യുപ്മെന്റ്, ഒരു ടൂൾ എന്നുള്ള നിലയിലാണ് അവര് സിനിമയെ കാണുന്നത്. ഒരു സർഗാത്മകതയല്ല. അവര് മനുഷ്യന് ആവശ്യമായ ചില കാര്യങ്ങൾ കൊടുക്കുക, അവന്റെ ഉദ്ദീപനങ്ങളിൽ വൈകാരികത, അതായത് സെക്സ് ആയിക്കോട്ടെ, ക്രൈം ആയിക്കോട്ടെ, അങ്ങനെ ഏത് തരത്തിലുമുള്ള സാധനങ്ങൾ മനുഷ്യന് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പണമുണ്ടാക്കുക. അതോടൊപ്പം അവരുടെ ഹിഡൻ ഐഡിയോളജികളെ ഈ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ഒരു വർഷത്തില് 5000 ബോളിവുഡ് സിനിമകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ശരാശരിയായിട്ട് വന്നിരിക്കുന്നത്. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടാണ്. അത് ബോളിവുഡിൽ മാത്രം.
അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യൻ സിനിമകളും മലയാളവും തെലുങ്കും കന്നഡയും തമിഴൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാവുന്ന ഒരു ഇതാണ്. 42 ബില്യൺ ഡോളറാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 25 ലക്ഷം ആളുകളാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2 കാര്യങ്ങൾ ലോകത്ത് നിർമ്മിക്കാൻ കഴിയില്ല. ഒന്ന്, ജനതയെ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. ജനങ്ങൾ, ഒരു ജനസംഖ്യ. യൂറോപ്പിനില്ലാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം ജനതയാണ്. അവിടെ വളരെ ചെറിയ ഒരു പർട്ടിക്കുലർ ഫീൽഡിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത് സർഗാത്മകത. സർഗാത്മകത എന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ, വെള്ളക്കാർക്ക് ഞാൻ പറയുന്നത്, ഈ പറയുന്ന യാങ്കികളും യൂറോപ്യനും അടങ്ങുന്ന ആ ഒരു വൈറ്റ് ആര്യൻ നീലക്കണ്ണുള്ള വംശ മഹാത്മ്യത്തിന്റെ ആളുകൾക്ക്, ലോകം ഭരിക്കുന്ന അവർക്ക് ഒരിക്കലും ഈ 2 കാര്യങ്ങളിൽ അവർക്ക് കടമെടുക്കേണ്ടി വന്നു. സർഗാത്മകതയുടെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും. സർഗാത്മകത എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അതിന് നമുക്ക് ഒരിക്കലും ഒരു ടെക്നോളജിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ടെക്നോളജി സർഗാത്മകതയെ പുഷ്ടിപ്പെടുത്തുന്നതിന് നമുക്ക് ടെക്നോളജിക്ക് കഴിയും, പക്ഷെ സർഗാത്മകത ഉണ്ടാക്കിയെടുക്കുന്നതിന് ടെക്നോളജിക്ക് കഴിയില്ല. അത് ഏഷ്യൻ രാജ്യങ്ങളിലെ മാത്രമായിരുന്നു. നമുക്കുള്ള ഈ റിച്ച് കൾച്ചറിന്റെ ഒക്കെ ബാക്കിലോട്ട് ഇത് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെറിഡിറ്ററി കിടക്കുന്ന ഹാരപ്പൻ മോഹൻജോദാരോ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ഈ മ്യൂസിക്കും ഈ ചിത്രങ്ങളും സാധനങ്ങളും ഒക്കെ. നമുക്കത് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അത്തരമൊരു സംസ്കാരം അവർക്ക് ഉണ്ടായില്ല. ലോകത്തിലെ യൂറോപ്പിനോ അമേരിക്കയ്ക്കോ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിന്റെ നാഗരികതയുടെ അടിത്തട്ടുകളും ഉണ്ടായില്ല. പക്ഷെ ഇത് പ്രശ്നമാകുന്നത് 21ാം നൂറ്റാണ്ടിലെ ഹോളിവുഡ് വ്യാപകമായിട്ട് തകരാൻ തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമകൾ ലോക വിപണിയിലേക്ക് വലിയ രീതിയിൽ കുതിച്ചു കയറി എന്നുള്ളതാണ്. ലോക വിപണിയിലെ അതിന് വേറൊരു കാര്യമുണ്ട്. ചൈന സിനിമാ രംഗത്തേക്ക് കാലുവെച്ചു. ചൈന ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിരുന്നു ഇവരുടെയൊക്കെ സിനിമകൾ. നമുക്കറിയാം, നമ്മൾ ഹോളിവുഡ് സിനിമകൾ ആണ് അവര് തരുന്ന സാധനങ്ങളാണ് നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സിനിമ ഈ ഹോളിവുഡ് ലോകത്തിന്റെ എന്താ പറയാ അപ്പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് അവരുടെ കച്ചവട താല്പര്യങ്ങളെ വലിയ രീതിയിൽ അത് ഡിസ്ട്രക്ട് ചെയ്യുന്നതായിരുന്നു. ചൈനയുടെ വരവ് അവർക്ക് വലിയ ആശങ്കകൾ ഉണ്ടാക്കുക മാത്രമല്ല ഭീതികൾ ഉണ്ടാക്കി. അതിനോടൊപ്പമാണ് കൊറിയൻ സിനിമകളുടെ വരവെന്ന് പറയുന്നത്. കൊറിയൻ സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഇന്ന് ലോകത്തിലെ വാണിജ്യത്തിന്റെ ഒക്കെ ഏറ്റവും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് ഈ പറയുന്ന കൊറിയ നേടുന്നുണ്ട്. അപ്പൊ ചൈനയുണ്ട്, ഈ പറയുന്ന കൊറിയയുണ്ട്, ഇന്ത്യയുണ്ട്. ഇതാണ് ഈ ലോകത്തിലെ സിനിമകളെ ഇപ്പോ നിയന്ത്രിച്ചത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചൈനയെ അവർക്ക് ഒരു തരത്തിലും തൊടാൻ കഴിയില്ല. കൊറിയൻ സിനിമകളെയും അവർക്ക് ഒരു തരത്തിലും തൊടാൻ കഴിയില്ല. ആകെ അവരുടെ കയ്യിലുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. പ്രധാനമായിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോളിവുഡ് പടങ്ങൾ എപ്പോഴും ക്രിമിനൽ സാധനങ്ങളും ഒരു തീവ്ര വലതുപക്ഷ ആശയങ്ങളും ഒക്കെ നിർമ്മിച്ചെടുക്കുന്ന വളരെ അടിത്തട്ടിൽ ഇതിങ്ങനെ നിർമ്മിച്ചു പോകുന്ന ഒരു സംഭവമാണത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഐഡിയോളജിക്കൽ പെനിട്രേഷൻ ആണ് അവർ സിനിമകളുടെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് കൂട്ടുന്നത്. 21ാം നൂറ്റാണ്ടില് ഏഷ്യയിലുണ്ടായ ഒരു ചിന്താ വിപ്ലവമുണ്ട്. അത് പലതരത്തില് ഇന്ത്യയില് ഈ പറയുന്ന പോലെ നാൻസി ആണെന്ന് എനിക്ക് തോന്നുന്നു, ഇന്ത്യയിൽ 62 സീറ്റിലേക്ക് ഇടതുപക്ഷം വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റെഡ് കോറിഡോർ എന്ന് പറയുന്ന ബീഹാറിന്റെയും ഒറീസയുടെയും ദണ്ഡകാരുണ്യയുടെ ഒക്കെ സ്ട്രീറ്റുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും ഒക്കെ ഭീകരമായ സ്വാധീനം ചെലുത്തുകയും ഇന്ത്യ ഈ ഇടത് രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ് എന്നുള്ള ഒരു പേടിയും അവർക്കുണ്ടായി. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യ മുഴുവൻ മുല്ലപ്പൂ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. പല കേന്ദ്രങ്ങളിൽ ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്നവരുടെ അടിമ രാജ്യങ്ങൾ മാത്രമുള്ള ഒരു കേന്ദ്രമാണ്. ഇവിടെയൊക്കെ ഈ പറയുന്ന കലാപങ്ങൾ ഉണ്ടാകാനും തുടങ്ങി. ഇത് ഇവർക്ക് ആശയപരമായിട്ട് നേരിടേണ്ട ഒന്നായി വരികയാണ് അവിടെ ചെയ്തത്. അപ്പൊ ഏഷ്യൻ ആഫ്രിക്കൻ
ചിന്താ വിപ്ലവങ്ങളെ തടയുക എന്നുള്ളതിന്റെ ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് സിനിമയിലൂടെ അവർക്ക് നിർവഹിക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് കമേഴ്സ്യൽ സിനിമകൾ തന്നെയാണ് ഉണ്ടായിട്ടില്ലെങ്കിലും ചില സിനിമകൾ വളരെ അപകടകരങ്ങളായിരുന്നു നമ്മുടെ സിനിമയിൽ. നമ്മൾ ജനതയെ മാറി ചിന്തിപ്പിക്കുന്നതിനും ഇവരുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുക എന്നാണ് ജനതയെ. ഇപ്പൊ ആ ചേട്ടൻ പാടിയപ്പോ നമുക്ക് ആ ചേട്ടൻ ഇസ്രായേലി നാഥന്റെ പാട്ട് പാടിയപ്പോ നമ്മുടെ ഒന്നും ഉള്ളില് ഒന്നുമില്ല, ശൂന്യമായിട്ട് നമ്മൾ എവിടെയോ ഉള്ള ഒരു നമുക്ക് ഒരു പരിചയമോ ബോധമില്ല, നമ്മുടെ ബോധതലങ്ങളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദിവ്യകാരുണ്യത്തെ ദിവ്യശക്തിയിലേക്ക് നമ്മൾ അറിയാതെ പോവുകയാണ് ചെയ്തത്. മനുഷ്യനെ ഒരുമിപ്പിച്ച് നിർത്താൻ കലകൾക്ക് മാത്രമാണ് കഴിയുക. ഒരിക്കൽ ഓരോ ഐഡിയോളജികളും ഓരോ ഫിലോസഫികളും മനുഷ്യനെ ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം എന്നത് തന്നെ ഭിന്നിപ്പിക്കലിന്റെ സൂത്രവാക്യങ്ങളാണ്. ജനത ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവര് കട്ട് ചെയ്ത് പീസ് ആക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഇത്തരം പൊളിറ്റിക്സുകൾ അവര് ഈ പറയുന്ന ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. വംശീയ ലഹളകളുടെ നിരന്തരമായ ഒരു ഖണ്ഡിക നമുക്ക് ആഫ്രിക്കയിൽ കാണാൻ പറ്റും. അതിന്റെ അടുത്ത ഒരു തലം ഇന്ത്യയിൽ അവർ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് വമ്പൻ തോതിൽ അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്ന ഇടത് ചിന്തകള് ഇന്ത്യയിൽ ആധിപത്യം നേടുന്നു എന്നുള്ളൊരു ഭീതി അവരുടെ അന്ന് ഇന്ത്യ സന്ദർശിച്ച നാൻസി പെലോറ്റ് ആണ്, പേര് ജസ്റ്റ് ഒന്ന് വിട്ടുപോയി. അവര് തിരിച്ച് അമേരിക്കയിൽ ചെന്നപ്പോൾ ചർച്ച ചെയ്യുകയും അതിനുള്ള നടപടികളിലേക്ക് അവർ മാറുകയൊക്കെ ചെയ്തു. അവിടെ ഇവരൊരു തീവ്ര വലതുപക്ഷ അജണ്ട സെറ്റ് ചെയ്യുന്ന ഈ അജണ്ട വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അവരുടെ ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്ന അവരുടെ വ്യാപാര താല്പര്യങ്ങൾക്കും അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും സിനിമ ഒരു ഭീകരമായ ഒരു ഭീതിയായിട്ട് വന്നു. കാരണം ഇന്ത്യയിലെ അമിതാഭ് ബച്ചൻ കഴിഞ്ഞിട്ട് ഷാറൂഖ് ഖാൻ ലോകത്തിലെ ഈ പറയുന്ന സിൽവസ്റ്റർ സ്റ്റാലോന്റെ മുകളിൽ ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു ചലച്ചിത്ര താരമായിട്ട് മാറി എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റിന് വേണ്ടിയിട്ട് അമേരിക്കൻ ബോളിവുഡ് സിനിമകൾക്ക് മേല് ഇന്ത്യൻ പടങ്ങൾ ആധിപത്യം നേടി എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അവിടെ ഇവര് തയ്യാറാക്കിയത് ഈ തീവ്ര വലതുപക്ഷ ആശയങ്ങളും അവര് സമ്പൂർണമായിട്ട് പിടിയിൽ നിൽക്കുന്ന മത അധിഷ്ഠിതമായ ഒരു സംഭവത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അത് ഓൾറെഡി ഈ ഗൾഫ് മേഖലകൾ ഇപ്പൊ ഏറ്റവും വലിയ സർഗാത്മകതയുടെ ഉറവിടങ്ങളായിരുന്നു ഇറാഖ് മുതലുള്ള പ്രദേശങ്ങൾ അവര് കീഴടക്കിയത്. അമേരിക്കയും ഈ പറയുന്ന വൈറ്റ് സുപ്രീമസി കീഴടക്കിയത് സലഫിസം വഴിയിട്ടാണ്. സലഫി ഇസ്ലാമിലെ ഒരു പർട്ടിക്കുലർ വിങ്ങിനെ ഒരു തീവ്ര വലതുപക്ഷ ഒരു വിഭാഗത്തെ അവര് ഉണ്ടാക്കിയെടുത്തു. ആയുധം കൊടുത്തും പണം കൊടുത്തും ട്രില്യൺ ഡോളർ പമ്പ് ചെയ്തുകൊണ്ട് ജെറ്റ് ചെയ്തുകൊണ്ടാണ് അവര് സലഫിസം വളർത്തിയെടുക്കുന്നത്. അവര് ആദ്യമായി പറഞ്ഞത് നിങ്ങൾ കല സമ്പൂർണമായിട്ടും ആ മേഖലകളില് നിരോധിക്കുകയാണ് ചെയ്തത്. അതായത് ചിത്രം വരയ്ക്കുകയോ പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നവരെ അതിഭീകരമായിട്ട് അവർ ടോർച്ചർ ചെയ്യുകയും ചിലരെ കൊന്നുകളയുകയും ചെയ്ത ആ ഒരു ഭയത്തിലൂടെ അവർ അതിനെ ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, പശ്ചിമേഷ്യയിൽ നിന്നാണ് ഈ സംഗീതത്തിന്റെ മുഴുവൻ ഉറവിടങ്ങളുടെ വലിയത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വയലിൻ അവർ കൊണ്ടുവന്നതാണ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗിറ്റാർ അവര് സംഭാവന ചെയ്ത. പക്ഷെ ആ നാട്ടിൽ അത് ഒരു മനുഷ്യന്റെ കയ്യിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കൈപാദങ്ങൾ വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന അത്ര ഭീതിതമായ ഒരു റൈറ്റ് വിങ് എക്സ്ട്രീം ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന ഒരു സാധനത്തെ അവര് ഗൾഫ് നാടുകളിൽ വളർത്തിയെടുത്തുകൊണ്ടാണ് അവര് ആർട്ടിനെ അല്ലെങ്കിൽ സർഗാത്മകതയെ നേരിട്ടത്. ഇതേ സർഗാത്മകത ഇന്ത്യയിൽ ഒരുക്കുന്ന പ്രതിരോധത്തെ നേരിടുന്നതിനാണ് അവര് പുതിയ ഒരു അജണ്ട സെറ്റ് ചെയ്തത്. അവരുടെ ടാർഗറ്റ് നമുക്കറിയാം, വെറും 2 സീറ്റിൽ നിന്ന് ഇവിടുത്തെ അൾട്രാ വിങ്ങുകള് ഈ പറയുന്ന 82 സീറ്റുകളിലേക്കും അതിന് മുകളിലേക്കൊക്കെ വന്ന അൾട്രാ റൈറ്റ് വിങ്ങുകള് ഈ ആധിപത്യം നേടുന്നത് ഈ പറയുന്ന പുറമേ നിന്നുള്ള സ്വാധീനം, പുറമേ നിന്നുള്ള ഫണ്ടൊക്കെ തന്നെയാണത്. അവർക്ക് നേരിടാൻ കഴിയുന്നതും അവർക്ക് പിടിച്ചടക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സ്പേസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഈ അൾട്രാ ഈ പറയുന്ന റൈറ്റ് വിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരു പരോക്ഷ ജനാധിപത്യത്തിലൂടെ ഒരു സമൂഹത്തെ അടിച്ചമർത്താനും ചോദ്യം ചെയ്യപ്പെടലുകളെ നിഷ്കരുണം എലിമിനേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ഭരണകൂടത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ് അവരെവിടെയും ലക്ഷ്യമാക്കുന്നത്. രണ്ടാമത്, ഇന്ത്യൻ പോപ്പുലേഷൻ അവർക്കൊരു ഭീതിയാണ്. ഈ പറയുന്ന പോലെ അതിനെ ഭിന്നമാക്കുക എന്നുള്ള
ഒരു അജണ്ടയും അവർക്കുണ്ട്. ഒരു മൾട്ടിപ്പിൾ അജണ്ടകളുടെ ഒരു വലിയ സാധനം അവർക്കുണ്ട്. കാരണം ഈ രാജ്യത്ത് നിന്നുള്ള ധാതു ലവണ മൂലകങ്ങൾ ഏറ്റവും കൂടുതൽ ഇവരാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ലോകത്ത് സമാധാനപരമായി ജീവിക്കുന്ന ഒരേ ഒരു സമൂഹമേ ഇന്ന് ലോകത്തുള്ളൂ, അത് വെള്ളക്കാരാണ്. അല്ലാത്ത എല്ലാവരും ആഫ്രിക്കക്കാരും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൗതിക സമ്പത്തുള്ള ആളുകൾ ആഫ്രിക്കക്കാരാണ്. ഏറ്റവും വലിയ സ്വർണ്ണഗരിയുള്ളവർ ആഫ്രിക്കക്കാരാണ്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും ദരിദ്രരായിട്ടാണ് അവർ ജീവിക്കുന്നത്. എക്സ്പ്ലോയിറ്റേഷന്റെ വേറൊരു രീതിയാണ്. എന്നാൽ ഈ പറയുന്ന ഏറ്റവും സമ്പന്നരായി ജീവിക്കുന്ന നമ്മൾ ഈ യൂറോപ്പിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മഞ്ഞു മാത്രം, ഒരു സാധനം നട്ട മുളയ്ക്ക പോലുമില്ലാത്തൊരു ഒരു സ്ഥലമാണ് അവരുടെ. അതാണ് യഥാർത്ഥത്തിന്റെ ഈ പറയുന്ന ഒരു സാധനം. അവർ കണ്ടെത്തുന്ന ചില ബിംബങ്ങളാണ്. അതായത് സൗദിയില് മറ്റ് മതങ്ങളില്ലാത്തതുകൊണ്ട്, സൗദി അല്ലെങ്കിൽ ഗൾഫ് മേഖലകളിൽ അത് ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് അവരവിടെ വളരെ കൃത്യമായിട്ട് ഷിയ സുന്നി പ്ലാന്റ് ചെയ്യുകയും വളർത്തിയെടുക്കുകയൊക്കെ ചെയ്തത് അവരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതേ ഇതിൽ തന്നെ ഇറാഖിൽ തന്നെ അവര് ഷിയാക്കൾക്ക് പിന്തുണ കൊടുത്തു. ഷിയാക്കൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സുന്നി നേതാവാണ് സദ്ദാം എന്നുള്ള രീതിയിൽ ആ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ സൗദിയിൽ എത്രയോ ആളുകൾ അവര് ഷിയാക്കൾ എന്ന് പറഞ്ഞ് കൊന്നുകൂടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് ഇതൊരു പൊളിറ്റിക്സ്, ഇതിന്റെ ബാക്കിലുള്ള ഇൻസൈഡ് പൊളിറ്റിക്സ് സിനിമയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇവർ ചെയ്ത ഒരു പരിപാടി, ഈ ഹോളിവുഡ് സിനിമയുടെ വളരെ പെട്ടെന്ന് ഈ ചില സിനിമകൾ, ഒരിക്കലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകൾ എടുത്തതല്ല ഇത് വരുന്നത്, ഈ കഥാപാത്രങ്ങളുടെ പേര് വെച്ച് സെന്റിമെന്റൽ ആകുന്നു എന്നുള്ള ഒരു പേരാണ്. രണ്ട് സബ്ജക്റ്റുകള്, രണ്ട് അതില് ബാക്കിൽ വർക്ക് ചെയ്യുന്നവര്, ടെക്നീഷ്യൻസ്, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ദിവസം ഉറക്കം എഴുന്നേൽക്കുമ്പോ ഹോളിവുഡ് ബോംബെ തെരുവുകളിൽ ചില സിനിമകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് വരുന്നത്. അതുവരെ നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിക്ക് പരിചിതമല്ലാത്ത പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അക്രമാസക്തമായ ജാഥകളും ഒക്കെ ആയിട്ടാണ് മുംബൈ തെരുവുകൾ ഒരിക്കൽ ഉണരുന്നത്. അത് പ്രധാനമായിട്ടും ഇത് വികാരവിരുദ്ധതയും അതേ സാധനം തന്നെ അത് പ്രതിഷേധ പ്രോഗ്രാമുകളിലേക്ക് മാറ്റി. രണ്ട്, അതേ സാധനം തന്നെ സിനിമാ മേഖലയിലുള്ള വ്യത്യസ്തമായ ആളുകൾക്ക് മേലുള്ള ഭീഷണികളാക്കി. നാലാമത് അതേ ആളുകൾ തന്നെ ഇവർക്കെതിരെയുള്ള സിനിമാ മേഖലയിലെ വ്യത്യസ്തങ്ങളായ ആളുകൾക്കെതിരെയുള്ള ആക്രമണങ്ങളാക്കി. അടുത്തത് ഈ നിർമ്മാണ പ്രകടനം ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സിനിമകളുടെ നിർമ്മാണങ്ങളെ പരിപൂർണമായിട്ടും തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടിയിലേക്ക് മാറി. പിന്നെ അതിന്റെ അടുത്ത ഘട്ടമായിട്ട് റിലീസുകൾ സാധ്യമല്ലാത്ത രീതിയിൽ തിയേറ്ററുകൾക്ക് മുമ്പിൽ സമരങ്ങളായി. അങ്ങനെ ഈ അപൂർണമായ സിനിമകളുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് പതിയെ എന്നല്ല, വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ചെറിയ നാളുകളുണ്ട് ഈ പറയുന്ന ഇന്ത്യൻ സിനിമയുടെ ബോളിവുഡ് സിനിമ എന്ന് പറയുന്നത് തകരാൻ തുടങ്ങി. അതിലേറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് വഹിച്ചത് സെൻസർ ബോർഡാണ്. സെൻസർ ബോർഡ് ഒരുപാട് സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകിയില്ല എന്നുള്ളതാണ്.